ആരാധകർ ഏറെ ആഘോഷമാക്കി മാറ്റിയ ഒരു വിവാഹമായിരുന്നു ജി.പി. ഗോപിക വിവാഹം. 2023-ൽ ജി.പിയും ഗോപികയും ഒന്നിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇരുവരുടെയും ആരാധകർ ആവേശത്തിലായിരുന്നു. താരങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ പിന്നീട് വിവാഹത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ ജനുവരി 28-ന് ഏറ്റവും ലളിതമായ രീതിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ജി.പി. ഗോപികയ്ക്ക് താലി ചാർത്തി. വിവാഹത്തിന് മുൻപുള്ള ഹൽദി ചടങ്ങും മെഹന്തി ചടങ്ങുമെല്ലാം വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഗംഭീരമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവയെല്ലാം ട്രെൻഡിംഗ് നമ്പർ 1-ൽ തന്നെയായിരുന്നു. ജി.പി. ഗോപിക വിവാഹം മിനിസ്ക്രീൻ പ്രേക്ഷകരെയാണ് കൂടുതൽ ആവേശത്തിലാക്കിയത്. സ്വാന്തനം എന്ന ഒറ്റ സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരാളായി മാറിയിരുന്നു അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക. ജി.പി. ഗോപിക വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നുവെങ്കിലും സോഷ്യൽ മീഡിയ ഇപ്പോഴും ഇരുവരുടെയും വിവാഹം ആഘോഷമാക്കുകയാണ്. ജി.പിയുടെ പട്ടാമ്പിയിലെ വീട്ടിലെത്തിയ ഗോപികയ്ക്ക് വേണ്ടി നിരവധി സർപ്രൈസുകളായിരുന്നു ജി.പിയും അമ്മയും ചേർന്ന് ഒരുക്കി വെച്ചിരുന്നത്. തന്നെ ഇത്രയേറെ ഞെട്ടിപ്പിച്ച ജി.പിക്ക് ഗോപികയും വീട്ടുകാരും വമ്പൻ സർപ്രൈസുകളാണ് നൽകിയത്. വിരുന്നിനായി ഗോപികയുടെ വീട്ടിലെത്തിയ ജി.പിയുടെ ഇഷ്ടവിഭവങ്ങളെല്ലാം ഗോപിക മനസ്സിലാക്കി ഒരുക്കി വെച്ചിരുന്നു. ഗോപികയുടെ കസിൻസിനൊപ്പം പാർട്ടി ആഘോഷിക്കുന്ന ഇരുവരുടെയും പുതിയ വീഡിയോയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. കസിൻസിനും ഫ്രണ്ട്സിനുമൊപ്പം പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതും തമാശ പറയുന്നതുമായ ഗോപികയെയും ജി.പിയെയും വീഡിയോയിൽ കാണാം. ജി.പിക്ക് വേണ്ടി നിരവധി വെറൈറ്റി ഫുഡുകളാണ് ഗോപികയുടെ വീട്ടുകാർ ഒരുക്കിയിരുന്നത്. ഫുഡ് കൊണ്ടുപോയി ജി.പിക്ക് കൊടുക്കുന്ന ഗോപികയുടെ അച്ഛനെയും വീഡിയോയിൽ കാണാം. നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി വന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ ജി.പിക്കും ഗോപികയ്ക്കും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 2ാം ഭാഗം വരികയാണെങ്കിൽ അഞ്ജലിയായി അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. തൽക്കാലം അഭിനയിക്കുന്നില്ല എന്ന് ഗോപിക നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കല്യാണത്തിന്റെ വിരുന്നുകളും മറ്റുമായി തിരക്കിലാണ് ജി.പിയും ഗോപികയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.